കേരളത്തിൽ ഈ തട്ടുപൊളിപ്പൻ വിഷയങ്ങളൊക്കെ വലിയ ഗൗരവത്തോടു കൂടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. SNDP NSS ഐക്യമൊക്കെ. ഇതിനിടയ്ക്കാണ് ആ ഐക്യമൊക്കെ 8 നിലയിൽ പൊട്ടുകയും ചെയ്തു. അതിനിടയ്ക്കാണ് രാജ്യത്ത് ഒരു വമ്പൻ വ്യാപാര കരാറിന് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒപ്പിട്ടിരിക്കുന്നത്. ഇത് വലിയ ഒരു ഫലം രാജ്യത്തിനുണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ ആരുടെയും മുമ്പിലേക്ക് പോവുകയല്ല, ഇന്ത്യയുടെ അടുക്കിലേക്ക് മറ്റുള്ളവർ വരുന്ന ഒരു കാഴ്ചയാണ് ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മൾ കണ്ടത്. ഇത് സാർ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമുണ്ട്. തട്ടുവെളുപ്പൻ വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നു പറയുമ്പോൾ തട്ടുവെളുപ്പൻ വിഷയങ്ങൾ മാത്രമല്ല, ഇന്ന് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ചേർന്ന് ആ ഫ്രീ ട്രേഡിന് വേണ്ടി നടത്തിയ കരാറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് കൊടുത്തൊരു പത്രമുണ്ട്, ദേശാഭിമാനി. അത് ഇന്ത്യയുടെ താല്പര്യങ്ങളെ യൂറോപ്പിന് മുമ്പിൽ കീഴടക്കിയിരിക്കുന്നു എന്ന ഒരു അപകടകരമായ സൂചന നൽകുന്ന വാർത്തയാണ്. ഇവിടുത്തെ സാധാരണക്കാർക്കെല്ലാം വലിയ ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ, വായിക്കുന്നതിന് വേണമെങ്കിൽ അരിക്കും മഞ്ഞളിനും കോഴിമുട്ടയ്ക്കും വരെ ഇത് കാരണം വില കൂടുമെന്നൊരു ഭയപ്പെടുത്തലിനുള്ളൊരു ശ്രമം, അതെപ്പോഴും കമ്മ്യൂണിസ്റ്റ് ശൈലി അതാണല്ലോ. യഥാർത്ഥ വിഷയമല്ലാതെ ഉണ്ടാക്കിയെടുക്കുന്ന വിഷയങ്ങൾക്ക് വലിയ പ്രചരണം നൽകി അത് മനുഷ്യനിൽ ഭീതി ജനിപ്പിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രചരണ ശൈലിയാണല്ലോ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും പ്രത്യേകിച്ച് ബേബിയുടെയും MA ബേബിയുടെയും. പക്ഷെ ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ആരും ചർച്ച ചെയ്യപ്പെടാത്തൊരു പ്രധാന വിഷയം ഇവിടെ വരികയാണ്. യൂറോപ്യൻ യൂണിയനും ഭാരതവും ലോകത്തിലെ 2 ജനാധിപത്യ രാജ്യങ്ങളാണ്, യൂറോപ്യൻ യൂണിയനും ഭാരത റിപ്പബ്ലിക്കും. ഇവർ തമ്മിൽ കൂടുതൽ അടുക്കുന്നതും ആഗോള വിപണിയിൽ, ഗ്ലോബൽ സപ്ലൈ ചെയിനില് ഭാരതത്തിന്റെ സാന്നിധ്യവും സാധ്യതയും അതിന്റെ പരമകാഷ്ഠയിലേക്ക് കടക്കുകയും ചെയ്യുക എന്ന് പറയുമ്പം ചൈനയ്ക്ക് പകരമായി ആഗോള കമ്പോളനത്തിൽ വിപണനം നടത്തുന്നതിനുള്ള സാധ്യത ഭാരതത്തിന് വർദ്ധിക്കുകയാണ്. അങ്ങനെ ഭാരതത്തിന് വർദ്ധിക്കുക എന്ന് പറയുന്നത് ചൈനയുടെ താല്പര്യത്തിന് ഹാനികരമാകും. അതാണ് ദേശാഭിമാനിയുടെ കൺസേൺ. അതാണ് MA ബേബിയെ വിഷമിപ്പിക്കുന്നത്. കാരണം അവരെന്ന് നോക്കുന്നത് ചൈനയുടെ താല്പര്യമാണ്. വ്യക്തമായി പറഞ്ഞാൽ ചൈനയുടെ ആ CPEC ഇന്റർനാഷണൽ വ്യാപാര കോറിഡോറൊക്കെ പ്ലാൻ ചെയ്തെടുത്ത് നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യയിൽ നിന്ന് ആരംഭിച്ച് മിഡിൽ ഈസ്റ്റിൽ കൂടെ ചെന്ന് യൂറോപ്പിൽ വരെ എത്തുന്ന IMEC എന്ന് പറയുന്ന ഇൻഡോ മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ കോറിഡോർ ഏതാണ്ട് കുറച്ചു കാലത്തേക്ക് 8 വർഷങ്ങളോളം വലിയ ചർച്ചയില്ലാതിരുന്ന ആ വിഷയം പോലും ഈ കരാറിന്റെ ഭാഗമായി പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. അത് ഭാരതത്തിന്റെ വിപണി സാധ്യതയെ കൃത്യമായി വർദ്ധിപ്പിക്കുന്നു. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം ഈ ഉടമ്പടിയിലേക്ക് തന്നെ വരാം. അല്ല, ദേശാഭിമാനി വലിയ തലക്കെട്ടോടു കൂടി കൊടുത്തു ഈ വാർത്ത. കൊടുത്തു, തലക്കെട്ട് കൊടുത്തു. എന്നിട്ട് ബേബിയുടെ പ്രത്യേക പ്രസ്താവനയുണ്ട്. ഇവിടുത്തെ സാധാരണക്കാരന് വളരെ ബുദ്ധിമുട്ടാണ്. 25 ലക്ഷത്തിൽ മുകളിലുള്ള കാറ് ഡ്യൂട്ടി താരിഫ് കുറച്ചു കൊടുത്താൽ സാധാരണക്കാരന് വിഷമാകും പോലും. ഞാൻ ആ വിഷയത്തെ അങ്ങോട്ട് കിടക്കാൻ മുമ്പ് ചില കാര്യങ്ങൾ വേറെ പറയാനുള്ളതുകൊണ്ട് പറയുക. ഈ കരാറ് ഏതാണ്ട് 18-20 വർഷമായിട്ട് ഭാരതം യൂറോപ്യൻ യൂണിയനും വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കരാറാണിത്. ഈ കരാറിന് പല ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, വ്യാപാര സാധ്യത. ഭാരതത്തിന്റെ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്യൻ വിപണിയിൽ ഏതാണ്ട് 96%
ഉൽപ്പന്നങ്ങൾക്കും നിയർലി 0 താരിഫ് ഇല്ലാതെ, അല്ലെങ്കിൽ 0 താരിഫ്, അല്ലെങ്കിൽ മിനിമം താരിഫായിട്ട് അങ്ങോട്ട് കയറ്റി അയക്കുന്നതിനുള്ള സാധ്യത. അതേ സമയത്ത് തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇമ്പോർട്ട്സിൽ കൃത്യമായി മനസ്സിലാക്കണം, ക്ഷീരോൽപ്പന്നങ്ങൾ, ഡയറി പ്രോഡക്ട്സ്, നമ്മുടെ അടിസ്ഥാന കാർഷിക ഉൽപ്പന്നങ്ങൾ, പയറുവർഗ്ഗങ്ങളും മറ്റും, ഈ 2 കൂട്ടത്തെയും കൃത്യമായിട്ടും ഒഴിവാക്കിയിട്ടുള്ള, അതായത് ഈ 2 കാര്യങ്ങൾക്കും യൂറോപ്പിന് ഇങ്ങോട്ട് കയറ്റുമതി ചെയ്യാനും നമുക്ക് യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനുമുള്ള പ്രത്യേകിച്ചൊരു താരിഫ് പരിഗണനയില്ല. ഇതിനെ ഒഴിച്ചു മാറ്റി നിർത്തിയിട്ടാണ് യൂറോപ്പുമായിട്ട് കരാർ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ഭാരതത്തിലെ സാധാരണ കർഷകർക്ക്, ക്ഷീര കർഷകർക്കും മറ്റ് കർഷകർക്കും അവരുടെ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ യൂറോപ്യൻ വിപണിയുടെ ഇങ്ങോട്ടുള്ള കടന്നുകയറ്റം, യൂറോപ്യൻ ഉൽപാദകരുടെ ഇങ്ങോട്ടുള്ള കടന്നുകയറ്റം ദോഷകരമായി ഭാവിക്കും എന്ന ദേശാഭിമാനിഷ്ഠയുടെയും ബേബിയുടെയും ആ പ്രൊജക്ഷൻ ഉണ്ടല്ലോ, ആ ഭീഷണി ഉണ്ടല്ലോ, അതിന് യാതൊരു വിലയുമില്ല. അതുപോലെ തന്നെ കാറിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ചെറുകിട കാറുകളെ ഈ ടാരിഫ് ഫ്രീ ട്രേഡിന്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെറുകിട കാറുകളുടെ മാർക്കറ്റ് പരമാവധിയുള്ള ഭാരതത്തിൽ അതിനെ ബാധിക്കുന്നേ ഇല്ല. എന്നാൽ വലിയ ബ്രാക്കറ്റുള്ള വളരെ വില കൂടിയ കാറുകൾ ഇമ്പോർട്ട് ചെയ്യുന്നതിനുള്ള അതിന് സൗകര്യമുള്ളവർക്ക് വേണ്ടി ആ താരിഫിൽ ഇളവുണ്ട്. പിന്നെ മറ്റൊന്ന് ടെക്സ്റ്റൈൽസ്, ലെതർ തുടങ്ങി ഏറ്റവും കൂടുതൽ തൊഴിലാളികളെ ആവശ്യമുള്ള മേഖലകളിൽ നടക്കുന്ന ഉൽപാദനം ഉണ്ടല്ലോ, അതായത് ലേബർ, അപ്പൊ തൊഴിൽ സാധ്യതയും വർദ്ധിക്കുന്നു. ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള സെക്ടേഴ്സിനാണ് പരമാവധി അവർക്ക് സാധ്യത വർദ്ധിക്കുകയാണ്. യൂറോപ്യൻ വിപണി തുറന്നു കിട്ടുമ്പം ഇത്രയും വിപുലമായ ഒരു മാർക്കറ്റിലേക്ക് ഞാൻ കണക്കിലേക്ക് കടക്കുന്നില്ല. 6.4 ലക്ഷം കോടി എന്നൊക്കെ പറയുന്നുണ്ട്, കടക്കുന്നില്ല ഇതിന്. കാരണം നമ്മൾ അങ്ങ് അത്രയ്ക്കും ഡീപ്പായിട്ട് ചർച്ച ചെയ്യുന്നുള്ള സമയമില്ല. പക്ഷെ എന്തായാലും ഇത്രയും വിപുലമായ തോതിൽ ഭാരതത്തിൻ്റെ വിപണി സാധ്യത, വിദേശ വിപണി സാധ്യത വർദ്ധിക്കുന്ന ഒരു ഉടമ്പടി എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ നാളുകൾക്ക്, അത് 5-10 വർഷം കഴിഞ്ഞുള്ള ഭാരതത്തിൻ്റെ വളർച്ചയ്ക്ക് നിർണായകമായ ഘടകമായി മാറും. വികസിത ഭാരതം 2047 എന്ന സങ്കല്പത്തിന് ഉജ്ജ്വലമായ സാധ്യത തുറക്കുന്ന ഒരു കരാറാണ്. ഇവിടെ നമ്മൾ മറക്കരുതാത്ത 1-2 കാര്യങ്ങളുണ്ട്. ഈ കരാർ എഴുതുമ്പം, ഒപ്പിടുമ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം പരിഗണനയിലെടുത്തിട്ടുണ്ട്. വികസനം വേണം, പുരോഗമനം വേണം, സന്തുഷ്ടമായ ജീവിതം വേണം. ഇതൊക്കെ ഉറപ്പാക്കണമെങ്കിൽ സുരക്ഷ പ്രധാനമല്ലേ? സുരക്ഷ, നമ്മുടെ പ്രതിരോധത്തിന് വേണ്ടിയ സാമഗ്രികളുടെ വാങ്ങലും കൊടുക്കലും ഭാരതം കൊടുക്കാവുന്ന വിധത്തിലേക്കായിട്ടുണ്ട്. ഈ മേഖലയിലും വലിയ സാധ്യതകളാണ് തുറക്കുന്നത്. പ്രത്യേകിച്ചും രക്ഷാമന്ത്രി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ കൗണ്ടർ പാർട്ടുമായി നടത്തിയ ചർച്ചയ്ക്ക് നൽകിയ സൂചന വളരെ വ്യക്തമാണ്. എയർബസിന്റെ കാര്യത്തിലുമൊക്കെ കൃത്യമായ ഭാരതത്തിന് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകും. നമ്മൾ ഓർക്കണം, ഇറ്റലിയും സ്വീഡനും ഫ്രാൻസും ഒക്കെ റാഫേൽ ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രതിരോധ സാമഗ്രികൾ നേരത്തെയും നമുക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ്. 60-70 വർഷമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധത്തെ സ്വാഭാവികവും സുതാര്യവും 2 കൂട്ടർക്കും ഗുണപ്പെടുന്ന, അതാണ് വിൻ വിൻ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊരിക്കലും ഈ അതിവിദൂരമല്ല ഇതിന്റെ ഫലം, വളരെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. ഏതാണ്ട് 1 വർഷത്തിനുള്ളിൽ കരാറുകൾ ഒപ്പിടും. 2027 ആകുമ്പോഴത്തേക്ക് ഇതിന്റെ എഫക്റ്റ് വിപണിയിൽ, സമ്പദ് വ്യവസ്ഥയിൽ അറിയാൻ തുടങ്ങും.
ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നിർണായക പങ്ക് കൈവശമുള്ള ഒരു രാഷ്ട്ര സമൂഹവും ഒരു രാഷ്ട്രവും ചേർന്നാണ് ഇതിൽ വന്നിരിക്കുന്നത്, ഈ ഉടമ്പടിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഇവിടെ നഷ്ടപ്പെട്ടത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും CPM-കാരൻ്റെയും MA ബേബിയുടെയും ചൈനയുടെയും സ്വപ്നമാണ്. കാരണം ഡൊണാൾഡ് ട്രംപും അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റും കൂടെ പുതിയതായിട്ടുണ്ടായ ബാന്ധവത്തിൻ്റെ ഫലമായി ഇന്ത്യയെ ഞെരുക്കും തോറും ഇന്ത്യയുടെ സാധ്യതകളെയും വികസന സാധ്യതകളെയും തകർക്കാൻ ശ്രമിക്കുന്നിടത്തും, അതുപോലെ ഈ വിപണിയിലേക്ക് കടന്നു വരാൻ വേണ്ടി ചൈനയ്ക്കുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്ന അന്തരീക്ഷത്തിലാണ് ഭാരതം അമേരിക്കയും ചൈനയും അല്ലാത്ത ലോകത്തിൻ്റെ മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നു ചെല്ലും. ആ കടന്നു ചെല്ലുന്നത് ഭാരതത്തെക്കുറിച്ച്, ഭാരതീയരെക്കുറിച്ച് ചിന്തയുള്ളവർക്കൊക്കെ തീർച്ചയായും അതിനെക്കുറിച്ച് നല്ല സ്വപ്നങ്ങളാണ് ഉണ്ടാവുക. എല്ലാം ഈ ഒരു ട്രേഡ് കൊണ്ട് കഴിഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ അതിനനുസരിച്ച് ഒപ്പം തന്നെ നമ്മൾ പ്രതിരോധത്തിൻ്റെ കാര്യം പറഞ്ഞു, IMSCയുടെ കാര്യം പറഞ്ഞു, സേവന മേഖലയിലും ഭാരതത്തിന് സാധ്യത വളരെയധികം വർദ്ധിക്കും. അതുപോലെ ഒരു കാര്യം ഓർക്കുക, ഇത് ഭാരതത്തിന് മാത്രം എന്തെങ്കിലും അവതാരം കിട്ടാൻ വേണ്ടിയല്ല, ഇത് ഭാരതത്തിനും യൂറോപ്യൻ യൂണിയനും തുല്യമായ സാധ്യതകൾ തുറക്കുന്ന കരാറാണ്. അതിനാണ് വിൻ വിൻ സിറ്റുവേഷൻ. രണ്ടു കൂട്ടരും ജയിക്കുന്ന കളിയാവണം. എങ്കിലേ അത്, ഇന്നലെ പ്രത്യേകിച്ചും യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റ് കാര്യം പറഞ്ഞു, തകർന്നുകൊണ്ടിരിക്കുന്ന ഡിറ്റിയോറേറ്റിംഗ് ഇന്റർനാഷണൽ സാഹചര്യം, ആ സാഹചര്യത്തിൽ ലോകത്തൊരു വ്യവസ്ഥ, രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ലോകം ഉണ്ടാക്കിയെടുത്തൊരവസ്ഥ ചൈനയുടെ കൈകടത്തൽ കൊണ്ടും ഡൊണാൾഡ് ട്രംപിന്റെ ഇപ്പുറത്തെ ഇടപെടൽ കൊണ്ടും തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു പകരം സംവിധാനം, ഒരു യൂണിലാറ്ററലോ ബൈലാറ്ററലോ അല്ലാത്ത, അല്ല യൂണിപോളറോ ബൈപോളറോ അല്ലാത്ത ഒരു മൾട്ടിപോളർ ലോകത്തിലേക്ക്, ബഹുമുഖ ലോക വികസന സാധ്യത, അതിന് ഭാരതം നരേന്ദ്രമോദിയും പ്രാധാന്യം കൊടുക്കുമ്പം അത്തരത്തിലേക്ക് ലോകത്തെ നയിക്കാൻ മോദി പിന്നിൽ നിന്ന് പരിശ്രമിക്കുമ്പം നരേന്ദ്രമോദിയോടൊപ്പമുള്ള ഭാരതത്തിൻ്റെ യാത്ര തീർച്ചയായും ഈ കരാറോടുകൂടി കൂടുതൽ സുദൃഢമായിരിക്കുകയാണ്. ആ യാത്ര കൂടുതൽ ശുഭോദർക്കമായിരിക്കുമെന്നും നല്ലത് വരണം, ഭാരതത്തിന് നല്ലത് വരണം എന്നാഗ്രഹിക്കുന്നവർക്ക് നല്ല കാര്യവും, ചൈനയുടെ കാര്യം ഓർത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഞങ്ങളുടെ ചങ്കിലെ ചൈനയ്ക്ക് എന്ത് പറ്റും എന്ന് കരുതുന്ന സഖാവ് ബേബിക്കും സഖാക്കൾ കമ്മ്യൂണിസ്റ്റുകാർക്കും ഉറക്കം കെടുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.